ഇത്തരമരുൾ ചെയ്ത നേരത്തു 18-ാം ചിത്തസംശയത്തിനു ചോദിച്ചിതുദ്ധവനും, എങ്ങനെ ബുദ്ധി കൊണ്ടു മഹത്താം മായയെയും മംഗലാത്മാവിലസത്തായിടും അഭിമാന ദേഹാന്യേന്ദ്രിയങ്ങളാം ദുസ്സംഗ വിഷയങ്ങൾ മോഹമാമിവ നീക്കി അറിഞ്ഞു ശാന്തരായി മുനികൾ നിന്റെ ചരണാലയം പൂകുന്നതും എനിക്കു തെളിവാനായി അരുളി ചെയ്യേണമേ എന്നതു കേട്ട നേരം നന്ദനന്ദനൻ കൃഷ്ണൻ ഇന്ദിരാപതി പരബ്രഹ്മചിന്മയൻ ഹരി തന്നുട ഭക്തനായി ഭാഗവതോത്തമനായി നിർമ്മല ശിഷ്യനായോരുദ്ധവൻ തന്നോടായി നന്നായിട്ടരുൾ ചെയ്തു വാക്യമാം മഹാസാരം. നന്ദനന്ദന സഹോദരി നന്ദനസൂനോ മന്നവ മഹാമതേ, കേട്ടുകൊള്ളുക ശേഷം സന്ദേഹമെല്ലാം തീരുമില്ല സംശയമേതും. സത്യപൂരുഷനൊരു ഭിക്ഷു സത്തമൻ തൻ്റെ വൃത്താന്തമുദ്ധവനോടായി അരുൾ ചെയ്തിദേവം. അവന്തി രാജ്യത്തൊരു പുരുഷൻ സാധുവായി ദുർവൃത്തി തന്നിൽ നിന്നു വേർപെട്ടു സമഭാവാൽ സഞ്ചരിക്കുമ്പോളൊരു ദുർവൃത്തൻ ദയാഹീനൻ സഞ്ചരിപ്പതു കണ്ടു ജന്തുക്കൾ തന്മർമ്മണി ബാണങ്ങൾ പ്രയോഗിച്ചു ചെന്നൊരു ദന്തി തന്നെ ബാണത്താൽ മർമ്മങ്ങളിലെയ്തതു കണ്ടു കോപാൽ. സാധുവായവൻ ശിക്ഷാവാക്കുകൾ പറഞ്ഞിതു ബോധമില്ലാതവനോടാവക. ബോധസാരമായ പുണ്യമാം കഥയിവിട ഞാൻ ചൊല്ലുവനായതു ചിലർ ഭിക്ഷുഗീതയെന്നതും ചൊല്ലും. ഇക്കഥ കൊണ്ടു ജനം ശുദ്ധരായി വരുന്നിതു ഉൾക്കാമ്പിൽ വഴി പോലെ യുദ്ധവാ കേട്ടിടടോ. അവന്തി രാജ്യത്തിങ്കലുണ്ടായതൊരു ദ്വിജൻ, അവനെത്രയും ശ്രീമാനാഢ്യൻ ദാനീച്ഛയില്ല. എത്രയും വാചാലകൻ കാമി കോപനശീലൻ, ചിത്രം ബന്ധുക്കൾ തൻ്റെ വാക്കുശല്യത്താൽ തന്നെ ത്യജിച്ചു കാലം കൊണ്ടു ദ്രവ്യസ്ഥനായുള്ളവൻ ദുശ്ശീലൻ ധർമ്മഹീനനായി വന്നാനവനുടെ പുത്രമിത്രാദി കളത്രങ്ങളും അവൻ തൻ്റെ ഭൃത്യരും ദ്രോഹിക്കുന്നിതർത്ഥവും ഒടുങ്ങുമ്പോൾ എല്ലാവരും ഉപേക്ഷിച്ചിട്ടായതു മൂലമായിട്ടല്ലലും പരിഭ്രമക്ലേശമൃത്യുവും വരും. ഒട്ടു ദ്രവ്യത്തെ പുത്രകളത്രാദികളായോരൊട്ടു ദൈവത്താൽ കാലാൽ ബ്രഹ്മബന്ധത്താൽ നൃപാൽ നഷ്ടമായി വന്നിട്ടെല്ലാരാലും അങ്ങുപേക്ഷനായി ക്ലിഷ്ടനായി ചിന്താപരിഭ്രാന്തനായി വന്നുകൂടി. ഇത്തരം മുൻചൊല്ലിയ ദ്വിജനും ദുഃഖിതനായി ചിത്തവിഭ്രമത്തോടെ സഞ്ചാരശീലനായി കാമത്താൽ പ്രയത്നേന പണിപ്പെട്ടർത്ഥം നേടി. ശ്രീമാനെങ്കിലും ന്യായാർജിതമെന്നിരിക്കിലും അർത്ഥത്താൽ ധർമ്മം ചെയ്യാഞ്ഞാൽ ഇതുപോലെ വരും. അർത്ഥത്താൽ ധർമ്മം ചെയ്യാഞ്ഞാൽ ഇതുപോലെ വരും. ചിത്തത്തിൽ ഇതുവരായെന്നതോർക്കരുതാരും. അർത്ഥത്താൽ ദുഃഖമല്ലോ സർവർക്കും സുഖമില്ല. അർത്ഥവാൻ എന്നാൽ സദാ ദുഃഖചിന്തനം തന്നെ. ഇതിനാൽ ആത്മനാശം നരകം ഫലമെന്നു മതിയുണ്ടെങ്കിൽ അറിഞ്ഞിടണം മനുഷ്യരും. യശസ്സും ഗുണം പല ഗുണമെന്നിരിക്കിലും നശിപ്പിക്കുന്നു ലോഭം ക്ഷിത്രമംഗത്തെ പോലെ. അർത്ഥമുണ്ടാക്കിയിടുമ്പോൾ രക്ഷണേ വ്യത്തിങ്കൽ അർത്ഥാനുഭാവത്തിങ്കലുള്ളൊരു ഫലമതും. ആയാസംഭ്രമം നരന്മാർക്കിതു തന്നെയുള്ളു ആയതുമല്ല കളവ സത്യം കാമം ക്രോധം മദവും ഡംഭം ദർപ്പം വൈരവും വ്യസനവും ഭേദവും അവിശ്വാസം അസൂയ വിപരീതം ഭയവും ഹിംസയിത്തം 15 അനർത്ഥവും വന്നിടുമർത്ഥമൂല. ഇതിലും അനർത്ഥങ്ങൾ മാനവന്മാർക്കു തങ്ങളേതുമേ അറിയാതെ വന്നു കൂടിയിടും. മേന്മേൽ മുമുക്ഷുവായുള്ളവൻ അർത്ഥവാൻ അർത്ഥാശ തൻ മാനസത്തിങ്കൽ നിന്നങ്ങെത്രയും ദൂരെ ത്യജിക്കേണം സംശയമില്ല. ഭ്രാതൃബന്ധുക്കൾ ഭാര്യ താതനെ ഇഷ്ടബന്ധു യാതൊരു ജനത്തെയും ശത്രുവാക്കുന്നു ദ്രവ്യം.
അർത്ഥത്താൽ പ്രാണഹാനി ബന്ധുവർജനമതും അർത്ഥത്താൽ ചിലർ പുണ്യം ചെയ്തു ദേവനാകുന്നു. മാനുഷജന്മമതും സ്വാർത്ഥവും ത്യജിച്ചിട്ടങ്ങൂനഹീനമാം നല്ല ഗതിയെ ചേരും ചിലർ. ആപത്തിൻ ഭവനമാമർത്ഥത്തിങ്കലെ നിന്നു ദേവർഷി പിതൃഭൂത ജനങ്ങൾ മറ്റുള്ളോർക്കും വീതിച്ചിടാഞ്ഞാൽ അധപ്പതിച്ചു വെറുതെ പോം. ഉത്തമകുശലന്മാർ സർവമുപേക്ഷിച്ചും മുക്തിയെ സാധിക്കുന്നു, മൂഢർ സാധിക്കയില്ല. അതിനാൽ അർത്ഥത്തിനാൽ വിദ്വാനും വൃഥാ ക്ലേശം ഭവിച്ചിടുന്നു, സുഖത്തിങ്കലിച്ഛയാ തന്നെ. കേവലാത്മാവു തൻ്റെ മായാമോഹത്താൽ നൂനം കേവലജ്ഞാനമുള്ളിലേതുമില്ലായ്കയാലേ കർമ്മമൂലമായി മൃത്യു തന്നാലേ ഗ്രസ്തമായ ജന്മത്താൽ എന്തു ഫലം ജന്മികളായുള്ളോർക്കും. വേണ്ടതെന്തെന്നാൽ മോക്ഷം ജന്മികൾക്കെല്ലാം നൂനം സകല ഗുണം വരും ഭഗവത് പ്രസാദത്താൽ. സകല ക്ലേശമായ സംസാരം കടക്കേണം, അതിനു മറ്റൊന്നിനാൽ വഴിയുമുണ്ടായി വരാ. അപ്രമത്തനായഹമഖിലാർത്ഥങ്ങളാലും ഉൾപ്പൂവിൽ സിദ്ധനായി വൻ തപോവശനായി ദേഹത്തെ കളയുന്നു തുഷ്ടനായി മുഹൂർത്തത്താൽ. മോഹത്തെ വിട്ടു ബ്രഹ്മം പ്രാപിച്ചു ഖഡ്വാങ്കനും. കേട്ടാലും ഉദ്ധവ നീ ഇത്തരം വിചാരിച്ചു വാട്ടമന്യേ ദ്വിജസത്തമൻ ഹൃദിഗ്രന്ഥി വേർപെടുത്തേതിയായി മുനിയായി ഭവിച്ചിട്ടു താപമെന്നിയെ ഭിക്ഷാർത്ഥത്തിനായി ഭൂതലത്തിൽ നഗരഗ്രാമങ്ങളിൽ അസംഗ ചിത്തനായി ഭഗവത് ഭക്തൻ അവധൂതനായി നടക്കുമ്പോൾ ദുർജന പരിഹാസാക്ഷേപങ്ങൾ സഹിച്ചവൻ കിഞ്ചന സഞ്ചാരം ചെയ്തിടിനാൻ ചില തീർത്ഥം. ഉത്തമ ക്ഷേത്രങ്ങളും വന്ദിച്ചു മന്ദം മന്ദം ഉത്തമം ത്രിവേണിയിൽ നിന്നു സ്നാനവും ചെയ്തു. പാത്രങ്ങൾ കമണ്ഡലു പീഠവും കുശയക്ഷസൂത്രവും പാതുകയുമെന്നിവ ദാനം ചെയ്തു. ക്ഷേത്ര വന്ദിതനായിട്ടം മുനി അന്നമതും ഭിക്ഷയാ വാങ്ങി അശിച്ചന്നദീതീരെ വാണു. അക്കാലം ചിലരവൻ മൂർധനി മലമൂത്രം മുഷ്കരന്മാരായവരേൽപ്പിച്ചു നിന്ദാവാക്കും പറഞ്ഞു പിടിച്ചമർത്തറഞ്ഞു. ചിലരപ്പോൾ വരിഞ്ഞു പാശത്തിനാൽ ബന്ധിപ്പാനൊരുമ്പെട്ടാർ. പറഞ്ഞാനതിലപ്പോൾ ഒരുവനിവൻ മഹാൻ പെരിക സത്താകുമെന്നറിഞ്ഞു വിട്ടിടിനാർ. ദ്രവ്യനാശാനന്തരം ബന്ധുക്കളിപ്രകാരം ദിവ്യനാം വിപ്രൻ തന്നെ ത്യജിച്ചിട്ടവധൂത വൃത്തവാനായി വന്നിതാശ്ചര്യം ഇതുപോലെ ഉത്തമനായി നിരീഹാശനായി ഗിരീന്ദ്രവൽധൃതിമാനായി മൗനം കൊണ്ടു വന്നിടും ഫലം ഏതെന്നും തന്നുള്ളിലെ കരുതി ഭഗം പോലെ ദൃഢനിശ്ചനായി പുരുഷാർത്ഥത്തെ മൗനാൽ ഗാഠമായിട്ടു സാധിച്ചിടുന്നു ബുദ്ധിമാന്മാർ. ഇങ്ങനെയിരിക്കുന്ന വിപ്രസത്തമം മായ എങ്ങനെ ബന്ധിക്കുന്നിതീവണ്ണമുള്ളോരെയും ബന്ധിക്കയില്ലങ്ങനെ ഈശ്വരാർപ്പണം ചെയ്തു. ആധ്യാത്മികാധി ദൈവികാധി ഭൗതിക ഭൂത്യ യാതൊരുത്തനും ബന്ധമുണ്ടാകയില്ല താനും. യാതൊരുത്തനും ഇമാം കഥയെ ഗാനം ചെയ്താൽ പാതകങ്ങളും തീർന്നു സ്വധർമ്മനിഷ്ഠനായി സാത്വിക ഗുണവാനായി ഭവിക്കുമെന്നു നൂനം. ഇനിയും ഭിക്ഷുവിൻ്റെ ചിന്തനം കേട്ടുകൊള്ളുക. എനിക്കു സുഖദുഃഖഹേതുവിജ്ജനമല്ല, ദേവതാം ആത്മാക്കളല്ല, ഗ്രഹം കർമ്മവും കാലമേവമിതൊന്നുമല്ല. സംസാര ചക്ര ദുഃഖമൂല കാരണമാകും മനസ്സു തന്ന നൂനം. മാനസഗുണത്തിങ്കൽ നിന്നിട്ടു സൃഷ്ടിയെല്ലാം മാനസത്തിങ്കൽ നിന്നു വേറിട്ടു നിൽക്കും ഗുണം. നീലശോണിത ശുക്ല ഗുണസൃഷ്ടിയും മനം മാനസ കാമഗുണജാതലിംഗങ്ങൾ തന്നിൽ താനൊന്നായി ചേർന്ന് നിൽപ്പൂ. മാനസമൊന്നായിട്ടും നിർവികാരാത്മാ പരൻ നിർഗുണൻ ജ്യോതിർമയനേവം മാനസത്തിൻ്റെ അകത്തും പുറത്തുമായി നിൽക്കുന്നിതതും
മനം കൊണ്ടു താൻ മറഞ്ഞിട്ടു നിൽക്കുന്നു മനോഗുണം തങ്കലാരോപമായി. നിൽക്കുമ്പോൾ മനസ്സൊന്നീ കണ്ടുകൂടുകയുള്ളൂ. നിൽക്കും നിർമ്മല നല്ല ശോണിതാരോപം പോലെ. മാനസഗുണത്തോടു കൂടുക മൂലമാത്മാ താനിഹ ഗുണമയ ജാതനാശാദിയുണ്ടായി. ഗുണകാമാത്മാവിനെ മാനസമെന്നു ചൊൽവു. ഗുണകാമങ്ങൾ പോയാൽ മാനസം തന്നെ ആത്മാ. സൂചിയും കാന്തം രണ്ടും നിശ്ചലം നിർവികാരം. ഏശുമ്പോൾ ചേഷ്ടയുണ്ടാമെന്നതുപോലെ ഇവ. മാനസഗുണം കാമം കാമത്തെ ത്യജിക്കിലോ. മാനസ അസദ്ബന്ധം തീർന്നു നിർമ്മലമാകും. മാനസ ശാന്തി വന്നാൽ ദാനകൃത്യങ്ങളെന്തേ. യാതൊരുത്തനു മനം നശിച്ചാൽ മനോദേവൻ ദേവദേവേശൻ വശമാകുന്നിതഹോ ഭാഗ്യം. ശ്രുതവും കർമ്മം വ്രതം യോഗം മറ്റന്യമായ ശ്രുതിവേദാദി മനോനിഗ്രഹത്തിങ്കലോളം. പിന്നെയൊന്നുമേ വരാനില്ലൊന്നു വേണ്ടതില്ല. അന്യങ്ങളെല്ലാം ദ്വൈതമുണ്ടെങ്കിലല്ലോ വേണ്ടു. രൂപകാമങ്ങൾ പോയാൽ താമസ രാജസം പോയി. കേവലമരൂപധാവല്യമായല്ലോ സത്വം. ആയതു സൂക്ഷ്മചിത്താം അതു നിർമ്മല ബ്രഹ്മമായയാമഹോ ചിത്തിൻ ചലനമെന്നു കണ്ടു. ചലന സമുദ്രത്തിലൂർമി പോൽ വികാരമാം ചലനം നിശ്ചലാത്മാവിനില്ലെന്നുള്ളം വിട്ടാൽ. സകലം തോന്നിയിടിലും തോന്നാതെ ഇരിക്കിലും സകല ഭാവമേതും തന്നിലേ അടങ്ങിയിടും. മാനസമടങ്ങുമ്പോൾ മായയും ബ്രഹ്മചിന്ത താനേ താൻ തന്നില അമർന്നദ്വൈതാനന്ദം വരും. മാനസജയത്തിൽ നിന്നപരമൊന്നുമില്ല. മാനസമന്യവശാൽ സംസാര ബന്ധദുഃഖം. ഭീതിമോഹാദി സംഗയോജ്യത കൊണ്ടു മനം ഏതൊരു വംശം ചേരുമങ്ങനെ ഭവിക്കുന്നു. മാനസമൊന്നിൽ വശമായാൽ അന്യത്തിലിച്ഛ തനിക്കു ഭവിക്കയില്ലപ്പോൾ മറ്റതു വൈരം. സമ്മിശ്രമായും വരുമതിനാൽ രാഗദ്വേഷം എന്നിവ വരുത്തുന്നു മാനസമാന്ദ്യവശാൽ. മാനസമാദ്യവശമായിട്ടു മത്യന്മാർക്കു തന്നുടെ മിത്രരിപുഭാവങ്ങൾ ഭവിക്കുന്നു. മൂഢന്മാർ മനോമാത്രമായിരിക്കുന്ന ദേഹം ദൃഢമായെൻ്റെ എന്നു ബദ്ധരായി മനുജന്മാർ. ഞാനെന്നും അന്യനെന്നും എനിക്കുമെൻ്റേതെന്നും മാനസഭ്രമാൽ ഭ്രമിച്ചറ്റമില്ലാതോരന്ധകാരമാം വാരിധിയിൽ ഭ്രമിച്ചു കളിക്കുന്നിതോരോരോ തരമേവം ലീലയാ കാലം പോകും. നേരെ താനാരെന്നറിയായ്ക കൊണ്ടെന്നേ വേണ്ടു. ജനങ്ങൾ ദുഃഖഹേതുവാകുന്നതെന്നാകിലോ. ജനനവിഹീനനാൻ ആത്മാവിനെന്തു ജനാൽ ദുഃഖം. ജിഹ്വയും പല്ലും പോലെയാത്മാവും ദുഃഖവും ഈ ജിഹ്വ തൻ രസം പല്ലിനേതുമേ ഇല്ലയല്ലോ. ദന്തത്തിൽ പ്രവൃത്തിയാൽ ജിഹ്വയ്ക്കില്ലൊരു ദുഃഖം. ചിന്തിച്ചാൽ സുഖദുഃഖമാത്മാവിനില്ല നൂനം. ആത്മാവ് ദുഃഖഹേതുവെന്നാകിൽ ജനമെല്ലാം നന്മയാം സുഖമല്ലോ. കോപിപ്പാൻ